യമനിൽ ഹൂതി താവളങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ US യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്നതിനാലാണ് തിരിച്ചടി. US കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നു. കാർത്തിക്, ഗുഡ് മോർണിംഗ്. ട്രംപിന്റെ 2ാം ടേമിൽ നടത്തുന്ന വലിയൊരു സൈനിക ആക്രമണം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണണ്ടേ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് അശ്വതി. അതുതന്നെയാണ് ഈ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധയും. കാരണം ട്രംപ് ഭരണകൂടം 2ാമതും അധികാരത്തിലെത്തിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് യമനിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ US നടത്തിയ ആക്രമണം. യമൻ തലസ്ഥാനമായ സനയിലാണ് USന്റെ അതിശക്തമായ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സനയിലെ വടക്കൻ ജില്ലയായ ഷൗബ്, കിഴക്കൻ ജറാഫ്, ദമാർ പ്രവിശ്യകളിലാണ് അതിശക്തമായ ആക്രമണം ഉണ്ടായത്. ഈ കിഴക്കൻ ജറാഫ് മേഖല കുറഞ്ഞത് അവിടെ 4 വ്യോമാക്രമണങ്ങൾ എങ്കിലും ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടതും. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം സമീപകാലത്ത് ഹൂതി കേന്ദ്രങ്ങളിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊരു തുടക്കമെന്നും ആക്രമണം തുടരും എന്നുമാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ എന്ത് തരം തിരിച്ചടി ഉണ്ടെങ്കിലും എന്ത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണെന്നും ഇതിന് ശക്തമായ തിരിച്ചടി നൽകാം എന്നുമാണ് ഹൂതി തലവന്മാർ നൽകുന്ന സൂചനയും. ഇതിനാധാരമായി US പറയുന്ന കാരണം 2023 മുതൽ ചെങ്കടലിൽ നിരന്തരം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. സൈനിക കപ്പലുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും 2023 മുതൽ 145ഓളം തവണയാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. മാർച്ച് ആദ്യവാരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കരാർ അവസാനിച്ചെന്നും അതിനെ തുടർന്ന് ഗസയിലേക്കുള്ള സഹായങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നു. ആ നടപടിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ ഇസ്രയേൽ കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ ആക്രമിക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് USന്റെ ആക്രമണം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഹൂതികൾക്ക് സഹായം നിർത്തണമെന്നും അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്നും ഹൂതികൾക്ക് സാമ്പത്തിക സഹായവും മറ്റ് സഹായങ്ങളുമെല്ലാം നൽകുന്ന ഇറാനും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നടപടി. ഈ സൈനിക നടപടിയോട് ഹൂതികൾ എങ്ങനെ തിരിച്ചടിക്കും, അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതികരണം എന്തൊക്കെയാവും എന്നതാവും വരും മണിക്കൂറുകളിൽ ഇതിനെ നിർണായകമാക്കുക. അശ്വതി. ശരി കാർത്തിക്.